ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ലൈവിൽ കിടിലമായിട്ടുള്ള ഒരു ടാസ്ക്കാണ് ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മുടെ ഹൗസിൽ നിന്ന് പടിയിറങ്ങിയതിന് ശേഷം നിങ്ങൾ ഒരുപാടധികം തന്നെ വ്യക്തിബന്ധങ്ങളും അതേപോലെ തന്നെ സ്കില്ലുകളും അനുഭവങ്ങളും എല്ലാം തന്നെ നേരിട്ടതിന് ശേഷമാണ് നിങ്ങൾ പുറത്തിറങ്ങുന്നത്. സോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പുറത്തിറങ്ങുവാണെങ്കിൽ നിങ്ങൾ ഏതൊരു പ്രൊഫഷൻ ചൂസ് ചെയ്യുമെന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ പ്രൊഫഷൻ പറയാം, ഇനി അതല്ലെങ്കിൽ ഓൾറെഡി ഉള്ള പ്രൊഫഷനെ കുറച്ചുകൂടെ ഈ പറഞ്ഞിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെ കണക്കിലെടുത്തുകൊണ്ട് നിങ്ങൾക്കൊരു കാര്യം പറയാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ക്രിയേറ്റീവ് ആയിരിക്കണം, അനുഭവങ്ങളും വ്യക്തി യാഥാർത്ഥ്യങ്ങളും എല്ലാം തന്നെ ആക്കിയും അല്ലാതെയും എങ്ങനെ വേണമെങ്കിലും സംസാരിക്കാനായിട്ട് സാധിക്കുന്നതാണ് എന്നുള്ള കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട്. എന്തായാലും അനീഷ് ആദ്യം തന്നെ വന്നിട്ട് തൻ്റെ എഴുത്തിനെ പറ്റിയും സിനിമയിലായിട്ടാണ് വരാൻ ആഗ്രഹിക്കുന്നതെന്നും കുറച്ചധികം തന്നെ ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് സാധിച്ചുകൊണ്ട് തന്നെ എനിക്ക് മനുഷ്യരായിട്ട് എങ്ങനെയൊക്കെ കുറച്ചുകൂടെ നല്ല രീതിയിൽ തന്നെ സംസാരിക്കാൻ പഠിക്കാം അല്ലെങ്കിൽ സംസാരിക്കാം എന്നുള്ള കാര്യങ്ങൾ ഞാൻ നല്ല രീതിയിൽ പഠിച്ചു എന്നുള്ള രീതിയിൽ പറയുന്നു. പിന്നെ അക്ബർ പറയുന്നു എനിക്ക് ഒരു പൊളിറ്റീഷ്യനായ കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്നുള്ള രീതിയിൽ തോന്നുന്നു. കാരണം ഒരുപാടധികം തന്നെ ആൾക്കാരെ ഞാൻ ഇതിലൂടെ തന്നെ കണ്ടിട്ടുണ്ട്. ചില തെറിച്ചിട്ടുള്ള ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. അവരെ എങ്ങനെ നമുക്ക് കൃത്യമായ രീതിയിൽ തന്നെ നേരിടാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് നേരെ വരുന്ന അലിഗേഷൻസ് ഒക്കെ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ വെക്കുകയാണെങ്കിൽ ഒരു പൊളിറ്റീഷ്യൻ തന്നെ ആകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് എന്നുള്ള രീതിയിൽ പറയുന്നു. കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ട് പറയണം എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ടാസ്കിൽ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത് അക്ബർ പറഞ്ഞതാണ്. പിന്നീട് നോക്കുകയാണെങ്കിൽ നെവിൻ പറയുന്നത് ഒരു ആങ്കർ ആകണം, കുറച്ചുകൂടെ സ്കില്ലൊക്കെ തന്നെ വരണം എന്നുള്ള രീതിയിൽ പറഞ്ഞു. ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എല്ലാം തന്നെ പ്രോപ്പറായിട്ട് പറഞ്ഞു അവരുടെ അപ്സ്കിൽ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് ചെയ്തെടുക്കാൻ സാധിക്കുമെന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അക്ബർ വേറൊരു പ്രൊഫഷനാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ആര്യനാണെങ്കിലും ആക്ടറായിട്ട് വരണം, കംബാക്ക് അടിക്കണം എന്നുള്ള രീതിയിൽ പറയുന്നു. പിന്നീട് നോക്കുകയാണെങ്കിൽ സാബുമാനും ഈ പറയുന്ന രീതിയിൽ കുറച്ചുകൂടെയൊക്കെ തന്നെ എനിക്കൊരു ഓവർ തിങ്കിങ്ങും അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ പബ്ലിക് സ്പീക്കിംഗ് ആൻസൈറ്റി എല്ലാം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്കൊന്ന് മാറ്റിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നൂറ ഫാഷൻ രീതിയിലോട്ട് പോകണമെന്ന് പറയുന്നു. അതേപോലെ തന്നെ ആദില എനിക്കൊരു വാർഡനായ കൊള്ളാമെന്നത് പറയുന്നു. കാരണം നിങ്ങളെയൊക്കെ തന്നെ മേയ്ക്കുന്നില്ലേ, അതും കുറച്ചുകൂടെ ക്രിയേറ്റീവായിരുന്നു. പിന്നീട് നോക്കുകയാണെങ്കിൽ അനുമോൾ പറയുന്നത് ഒരു ആക്ടർ ആകണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇങ്ങനെയാണ് മത്സരാർത്ഥികൾക്ക് കൊടുത്തിട്ടുള്ള ടാസ്ക് എന്ന് പറയുന്നത്. ആക്ടറായിട്ട് നിന്നോ അല്ലെങ്കിൽ ഇവിടെ നിന്നിട്ടുള്ള ജീവിത സാഹചര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇനി നേരിടാനായിട്ട് സാധിക്കുമെന്നുള്ള രീതിയിലൊക്കെയാണ് ഹൗസിലുള്ള കണ്ടസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്.